ഗോൾഡ് കവറിംഗ് കട, ചെരുപ്പ് കട, പലചരക്ക് കട അടക്കം 12 വ്യാപാര സ്ഥാപനങ്ങൾ ഉള്ളിൽ വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് പ്രവർത്തനം തന്നെ നിലച്ചു. ബസ് സ്റ്റാൻഡിലെ ശുചിമുറിക്ക് പിന്നിലൂടെ കടന്നുപോകുന്ന തോട് കയ്യേറി സമീപത്തെ ഭൂമിയടക്കം നികത്തിയതോടെയാണ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറിയതത്രേ. ഞങ്ങൾ 25 വർഷമായിട്ട് ഇവിടെ കച്ചവടം നടത്തുന്ന, അന്നേരം ഇപ്പോഴും ഇതിലെ ഓടെയുള്ളതാണ്. അന്നൊന്നും ഇതുപോലെ വെള്ളം കയറിയിട്ടില്ല. വാടക കെട്ടിടങ്ങളിൽ കടകൾ പ്രവർത്തിപ്പിക്കുന്നവരാകെ പ്രശ്നത്തിലാണ്. കട തുറന്നാൽ പോലും കച്ചവടം നടക്കാത്ത സ്ഥിതി. വെള്ളിയാഴ്ചയാണ് ഈ സംഭവം അടച്ചത്. അതിനുശേഷം ശനിയാഴ്ച മുതൽ അന്നു മുതൽ തോരാത്ത മഴയാണ്. അന്നു മുതൽ ഇവിടെ എല്ലാ കടകളിലും ഏതാണ്ട് ഇവിടെ 12ഓളം കടകളാണ് നിലവിലുള്ളത്. ഈ കടകളിൽ വെള്ളം കയറി. രണ്ടാം ശനി തുടർന്ന് വന്ന ഞായർ 2 അവധി ദിനങ്ങൾ മുൻകൂട്ടി കണ്ടായിരുന്നു നികത്തലത്രേ. നീരൊഴുക്ക് തടഞ്ഞ് മറ്റുള്ള കെട്ടിടങ്ങൾക്കെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഒരാഴ്ചയോളമായിട്ട് ഇതിനകത്ത് വ്യാപാരികൾക്ക് റെന്റിന് എടുത്തേക്കുന്നവരാ. ശനിയാഴ്ച ഓഫീസേഴ്സ് ഇടപെടാതിരിക്കാൻ തക്കവണ്ണം അവർ വെള്ളിയാഴ്ച ആരും അറിയാതെ ഇവിടെ കിടന്ന ഈ പഞ്ചായത്തിൻ്റെ മണ്ണാണ് ഈ കിടന്നത്. ഈ പഞ്ചായത്തിൻ്റെ മണ്ണെടുത്ത് ഈ നിലമായ സ്ഥലം അവർ നികത്തി. അതേസമയം ശുചിമുറിയിൽ നിന്നുള്ള മലിനജലം പോകുന്നതിനായി നടത്തിപ്പുകാർ തന്നെ കയറിയ ചാലല്ലാതെ സ്ഥലത്ത് തോടില്ലെന്ന ആരോപണ വിധേയൻ ഐത്തര സ്വദേശി ഉപേന്ദ്രനാഥ കുറുപ്പ് പ്രതികരിച്ചു. ഹോട്ടലിലെ വെള്ളം ഈ കക്കൂസിന്റെ വെള്ളം എല്ലാം കൂടെ വന്ന് അവിടെ കിടക്കുന്നു. തോടല്ല അവിടെ തോടില്ല. നമുക്ക് നിങ്ങൾ ഇവിടെ ചോദിച്ചാൽ അറിയാമല്ലോ. താലൂക്കിലെ ഞങ്ങളെല്ലാം അവരെല്ലാം പറഞ്ഞതാ. അവരെല്ലാം വന്ന് നോക്കിയിട്ടും പോയതാ. ഭൂമി സംബന്ധമായ രേഖകളിൽ തോടുള്ളതായി കാണുന്നില്ലെന്നും ചാലടഞ്ഞത് വെള്ളക്കെട്ടിന് ഇടയാക്കിയെന്ന് കരുതുന്നതായും വില്ലേജ് ഓഫീസർ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.